ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. ജസ്റ്റ് ഫുഡ് കഴിക്കാനൊക്കെ ഒന്ന് കയറി. ഫുള്ള് പാർക്കുകളാണ് ഇവിടെ. ഇത് സ്കൂളാണ് തോന്നുന്നു. നല്ല അപ്പൊ എന്റെ വീഡിയോസും ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോസ് കിടക്കാം. ഇന്ത്യൻ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. നല്ല ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇന്ത്യ ഗേറ്റ്. അപ്പം അങ്ങനെ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല തിരക്കാണ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ചെവി തോണ്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അവര് ജസ്റ്റ് വെറുതെ ഇട്ട് കാണിച്ചു തരാന്നൊക്കെ പറയും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അവര് പറയുന്ന എമൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. കൂട് കടന്നിട്ട് വേണം മറ്റേ റോഡിലോട്ട് കയറാൻ. ഇവിടെ ബാക്കിൽ കാണാണ് ഇന്ത്യ ഗേറ്റ്. നമ്മളപ്പോൾ ഇന്ത്യ ഗേറ്റിലേക്ക് കിടക്കുന്ന റോഡ് മുറിക്കണം. അത് അടിഭാഗത്ത് കൂടെ പോകണം. ആദ്യം ഇറങ്ങായിരുന്നേ. ഉണ്ടോ ഇതാണ് പോണത്. ഇവിടെയൊക്കെ ഫുള്ള് സെക്യൂരിറ്റിയാണ്. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് ഇവിടെയൊക്കെ ക്ലോസ് ആവാനും സാധ്യതയുണ്ട്. നമ്മുടെ മറ്റേ സമരത്തിൻ്റെ പേര് തന്നെ, കാർഷിക സമരത്തിൻ്റെ അല്ലേ, ഫാമേഴ്സ് സമരം ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്തൊക്കെയുള്ളതെന്ന് പിന്നെ കാണിക്കുന്നുണ്ട്. ഫോട്ടോ ഇവിടെ ഇവിടെ അണ്ടർഗ്രൗണ്ട് കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വാർ മെമ്മോറിയൽ എവിടെയാണ്? ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്ന് രാജ്ഭവനാണ് നേരെ നമുക്ക് ഓപ്പോസിറ്റ് കാണുന്നത്. അങ്ങനെ നമ്മള് പുസ്തകങ്ങളൊക്കെ പഠിച്ച ഇന്ത്യൻ ഗേറ്റ് ആണ് ഇപ്പോ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും നേരെ കാണാൻ സാധിക്കുന്ന വിചാരിച്ചതേ അല്ല. ഫോൺ അടിച്ചോണ്ടോ? നല്ല സെക്യൂരിറ്റിയാണ്. എല്ലായിടത്തും വലിയ പാർക്കാണ്. വന്ന കുറേ നേരം സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെയാണ്. രാജ്ഭവൻ നേരെ ഓപ്പോസിറ്റും കാണാൻ കഴിയും നമുക്ക്. ഇതൊരൊറ്റ സ്ട്രൈറ്റ് വഴിയാണ് അതുവരെ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കാണാനുണ്ട്. പട്ടാളക്കാരെ മെമ്മോറിയൽ, അതേമാതിരി രാജ്ഭവൻ, പിന്നെ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതലും നമുക്ക് അറിയാത്തതുകൊണ്ടാണ് പറഞ്ഞു തരാത്തത്. കാണാനും ചോദിച്ച് മനസ്സിലാക്കാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു 2-3-4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മൊത്തം തന്നെയാണ്. ഇതിലാണ് പട്ടാളക്കാര സ്മാരകത്തിന് വേണ്ടി വെച്ചില്ലാണ്. ഇറങ്ങി തിരിഞ്ഞ് വരണം. അടുത്ത് നല്ല ചെക്കിങ്ങാണ്. ഇവിടെയൊക്കെ ഫുൾ ബാഗ് ചെക്ക് ചെയ്തിട്ടേ നമ്മളെ വിടുള്ളൂ. അടുത്ത് കഴിഞ്ഞ് വേറെ ചെക്കിങ്ങാണ്. ശരീരം മൊത്തം അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നത്. സെൽഫി സ്റ്റിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. നേരെ ഇതാണ് വാർ മെമ്മോറിയൽ വന്നിട്ട്. നാഷണൽ വാർ മെമ്മോറിയലാണ്. പട്ടാളക്കാരെ സ്മാരകം എന്നൊക്കെ പറയാം. ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ. 1 കിലോമീറ്റർ കൂടി പോകണോ? എന്താണ് നാഷണൽ വാർ മെമ്മോറിയൽ? അങ്ങനെയല്ലോ ചങ്ങായി, അത് പ്രതിമയല്ലല്ലോ. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്.
ചരിത്രം ഡീറ്റെയിലായി എഴുതി വെക്കുന്നുണ്ട്. നൈറ്റൊക്കെ വരികയാണെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിരിക്കും. വീരഗാഥകളാണ് പട്ടാളക്കാരെ. എല്ലാ പട്ടാളക്കാർക്കും ഓരോ ഇതാണത്. ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ പേരും ഡീറ്റെയിലൊക്കെ പട്ടാളക്കാരെ പേരാണ്. ഫുള്ള് റൗണ്ടിൽ അങ്ങനെയാണ്. ഭയങ്കര സെറ്റപ്പ് പോകണം. പക്ഷേ നൈറ്റ് ആയിരിക്കും ഒന്നുകൂടി ഭംഗി. പൂച്ചുകൊണ്ട് വെച്ച് കാണും ഒരാൾക്കാർ വന്നിട്ട് ഓരോരോ ആൾക്കാർ പൂച്ചുകൊണ്ട് വെച്ച്. ശരി കേട്ടോ. എല്ലാ പട്ടാളക്കാരുണ്ട്. ചില പട്ടാളക്കാരെ പേരിന് വരെ പൂച്ചണ്ട് വെച്ചിട്ടുണ്ട്. ചിലവർ അറിയുന്നവർ വന്ന് വരുന്ന വെക്കുന്നതാ തോന്നുന്നു. നമുക്ക് റിട്ടേൺ പോവല്ലേ? വാ. ഇത് മൊത്തം തന്നെ റൗണ്ടിൽ. സോണിയാഗാന്ധി ഹൗസാണ്. നിതിൻ ഗഡ്കരിയുടെ വീട് ഇതാണ്. എല്ലാവരും ചുറ്റുമാണ്. ന്യൂ രാജ്ഭവൻ പാർലമെന്റ്. ഓക്കെ. ഓൾഡ് ന്യൂ സെയിം ഏരിയ. दोनों अपोजिट ഓക്കെ. ഗവൺമെന്റ് ഹൗസ്. നാഷണൽ നെഹ്റു മാർക്ക്. ഇത് ഫുള്ള് നമ്മുടെ രാഷ്ട്രീയക്കാരൻ മന്ത്രിമാര് അവരൊക്കെ ഇതാണ് കിടക്കുന്ന വീടുകളാണ് ഫുള്ള് ഇതിന്റെ ചുറ്റും കിടക്കുന്നത്. സോണിയാഗാന്ധി അങ്ങനെ അവരൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെയാണ്. എയർഫോഴ്സിന്റെ ഹെഡ് ഓഫീസർ. कैमरा स्टार्ट. ओके. फ्रंट दिस राष्ट्रपति भवन. This old parliament. Okay. New parliament. This new. Only government vehicle, label vehicle is allowed. This old parliament, new parliament. ഇത് ഫോട്ടോ ഒക്കെ No sir. Stop no. ഓ സ്റ്റോപ്പില്ല. ജസ്റ്റ് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് ആണ്. ന്യൂ പാർലമെന്റും ഓൾഡ് പാർലമെന്റും ആണ് സൈഡിലായിട്ട്. ഇതിന്റെ നേരെ മുൻവശത്താണ് നമ്മളിപ്പോ കണ്ടിറങ്ങിയ ഇന്ത്യൻ ഗേറ്റും വാർ മെമ്മോറിയലും ഒക്കെ വരുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. ജസ്റ്റ് വണ്ടിയിൽ ഇറങ്ങാനേ സാധിക്കുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ കാണാനേ സാധിക്കുള്ളൂ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മോദിയുടെ വീട്. അതേപോലെ തന്നെ നമ്മുടെ സോണിയാഗാന്ധി അമിത്ഷാന്റെ ഈ പാർലമെന്റിന് തൊട്ടടുത്ത് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. കാരണം ഭയങ്കര സെക്യൂരിറ്റി ആണ്. പട്ടാളക്കാരും പോലീസുകാരും മൊത്തം നിറഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ ചുറ്റിന right name is 7 days code name change Lok Kalyan Marg. red signal മോദി ഹൗസ്. Yeah. ഇവിടെ പ്രധാനമന്ത്രിയുടെ വീട്. പൂര ചെക്കിങ്ങിലെ ഫുള്ള് മിലിറ്ററി ആണ് വീടിന്റെ മുന്നിലും. This Indira Gandhi Museum. ഇവിടെ
അപ്പൊ നമ്മളിപ്പോ കണ്ടത് മോദിയുടെ വീടായിരുന്നു. പക്ഷെ അതിന്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, നല്ല സെക്യൂരിറ്റി ആണ്. അതുപോലെ തന്നെ ഇത് ഇന്ദിരാഗാന്ധി മ്യൂസിയം, തൊട്ടിപ്പുറത്ത് ഒരുപാട് മന്ത്രിമാരെ വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. കാരണം അതിന് ഒരുപാട് ഇനി നമുക്ക് കാണാനല്ലാതെ മിനാറും ലോട്ടസ് ടെമ്പിളും ഒക്കെയാണ്. അപ്പൊ വീണ്ടും അടിപൊളിയായിട്ടൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ. മോദി ഭവൻ नहीं था